നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതത്തിനെ നാണം കെടുത്തിയ ഒരു വിഷയമായിരുന്നു സന്ദേശ് ഖലിയിൽ നിന്ന് പുറത്തു വന്നത്. സന്ദേശ് ഖലി എന്ന ഗ്രാമത്തിലെ ഹിന്ദു സ്ത്രീകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു നരാധമൻ പീഡനത്തിനും അവരെ ലൈംഗിക അടിമകളാക്കി വർഷങ്ങളോളം താമസിപ്പിക്കുകയും അവരെ പീഡിപ്പിക്കുകയും വിവാഹിതരായ സ്ത്രീകളെ പ്രത്യേകിച്ചും അവരെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ ഭർത്താക്കന്മാരെ മർദ്ദിക്കുകയും അവരുടെ ഭൂമി അടക്കമുള്ള സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു അധോലോക നേതാവ് അല്ലെങ്കിൽ ഗുണ്ട തലവൻ എന്ന് പറയുന്ന ഷാജഹാൻ ഷെയ്ഖ് എന്ന തൃണമൂൽ കോൺഗ്രസ്സുകാരനായ ഗുണ്ട, അയാളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാനോ അതിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇയാളെ പിടിക്കാനോ ഒന്നും യാതൊരുവിധ സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഇയാളെ പേടിച്ച് പശ്ചിമ ബംഗാളിൻ്റെ മുഴുവൻ നിയമ സംവിധാനവും ഈ സ്ത്രീകൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ കാണുകയും നിശബ്ദരായിരിക്കുകയും ചെയ്തിരുന്നു. ഇഡിയുടെ ഒരു റെയ്ഡോടുകൂടിയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. പുറത്തു വന്നതിന് ശേഷം BJP അതിശക്തമായ നിലപാട് ഈ സന്ദേശ് ഖലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. സന്ദേശ് ഖലിയിലെ ജനങ്ങൾ മൊത്തം BJPക്ക് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധത്തെ തുടർന്ന് ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോകുന്നു, അയാളുടെ കൂട്ടാളികൾ ഒളിവിൽ പോകുന്നു. ഒരു വിധത്തിൽ സന്ദേശ് ഖലി എന്ന ഗ്രാമം തന്നെ, എന്ന സ്ഥലം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഷാജഹാൻ ഷെയ്ഖ് എന്ന പാർട്ടി ഗുണ്ടയെ സംരക്ഷിക്കാനുള്ള എല്ലാ അടവുകളും പയറ്റുകയാണ് മുഖ്യമന്ത്രിയായ മമതാ ബാനർജി. ഈ ഷാജഹാൻ ഷെയ്ഖിനെ ഏതു വിധേനയും പിടികൂടാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇയാൾ എവിടെയാണ് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്ത് ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുകയുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ, അത് ദേശീയ വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, SC കമ്മീഷൻ ആയിക്കോട്ടെ, അങ്ങനെ സംസ്ഥാന ഗവർണർ ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഇടപെടലുകൾ ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാനായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഏതു വിധേനയും ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇത്തരം പ്രതിരോധങ്ങളൊന്നും മതിയാകുന്നില്ല എന്ന് വരുമ്പോൾ ജനരോഷത്തെ പ്രതിരോധിക്കാനാകാതെ ഇപ്പോൾ മതവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും ആ സമയത്ത് ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജസ്പ്രീത് സിംഗ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ BJPയുടെ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി ഖാലിസ്ഥാനി എന്ന് വിളിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിഖ് സംഘടനകളെ ഇളക്കിവിടാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ സിഖ് സംഘടനകളും പ്രതിഷേധത്തിലാണ്. അവർ BJPക്ക് എതിരെയാണ് പ്രതിഷേധിക്കുന്നത്. സന്ദേശ് ഖലിയിൽ സ്വന്തം സഹോദരിമാർ, നൂറുകണക്കിന് സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും ആ ബലാത്സംഗത്തിന് കുറ്റക്കാരനായ ഷാജഹാൻ ഷെയ്ഖ് എന്ന നരാധമനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി BJP നടത്തുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്കെതിരെ സിഖ് മതവിഭാഗത്തിൻ്റെ മതവികാരം ഉണർത്തിവിടാനുള്ള ശ്രമമാണ്, ഏറ്റവും ഹീനമായ ശ്രമമാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തുന്നത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഏത് ആയുധങ്ങൾ കിട്ടിയാലും അതുപയോഗിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ, അവർ ഖാലിസ്ഥാനി ബന്ധമുള്ളവരാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ചില വിഘടനവാദ സംഘടനകളുടെ പണം പറ്റിക്കൊണ്ട് ഇന്ത്യ സർക്കാരിനെതിരെ കർഷക സമരം പോലുള്ള ചില ഉഡായിപ്പ് സമരങ്ങളുമായി നടക്കുന്ന സംഘടനകളെയാണ് ഇപ്പോൾ മമതാ ബാനർജി കൂട്ടുപിടിച്ചിരിക്കുന്നത്. CPIMനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരാനായി മമതാ ബാനർജി ഒരു കാലഘട്ടത്തിൽ ഈ മാവോയിസ്റ്റുകളെ പോലും ആശ്രയിച്ചു എന്ന വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. ഈ രീതിയിൽ ഇപ്പോൾ ഖാലിസ്ഥാനി ഭീകരവാദ സംഘടനകളെയാണ് മമതാ ബാനർജി BJPയുടെ പ്രതിഷേധത്തെ നേരിടാനായി കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നതാണ് സന്ദേശ് ഖലിയിൽ നിന്നുള്ള വാർത്ത. 47-ാം ദിവസമായിട്ടും, ഈ വാർത്തകൾ പുറത്തു വന്ന് 47 ദിവസമായിട്ടും ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാതെ അയാൾ ഒളിവിലാണ് എന്ന് കാണിച്ചുകൊണ്ട് സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന മമതാ സർക്കാർ. പക്ഷേ സുവേന്ദു അധികാരിക്കെതിരെ അവിടെ നിന്ന പോലീസുകാരനെ ഖാലിസ്ഥാനി എന്ന് വിളിച്ചു എന്ന ഒരു കള്ളക്കേസിൽ കുടുക്കി ഇപ്പോൾ സുവേന്ദു അധികാരിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മമതാ ബാനർജിയുടെ പോലീസ്. തീർച്ചയായും സന്ദേശ് ഖലിയിൽ വിജയം കാണുന്നതുവരെ പോരാടും എന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ BJP നേതൃത്വം പറയുന്നത്. അതിന് കൃത്യമായ പിന്തുണ BJPയുടെ ദേശീയ നേതൃത്വവും നൽകുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.